ഒരു ദരിദ്രനായ യുവാവ് രാജകൊട്ടാരത്തിലേക്ക് വന്നു. പക്ഷേ അവന്റെ രഹസ്യം ആർക്കും അറിയില്ല. ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ രാജ്യമുണ്ടായിരുന്നു. അവിടെ ഒരു സുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം അവൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കും. രാജാവ് തന്റെ മകൾക്ക് നല്ലൊരു രാജകുമാരനെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. നല്ല മനസ്സുള്ള ഒരാളെക്കൊണ്ട് എന്റെ മകളെ വിവാഹം കഴിപ്പിക്കണം. പല രാജകുമാരന്മാർ വന്നു. മിനുങ്ങുന്ന വസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും ധരിച്ച് അവരെത്തി. പക്ഷെ അവർക്ക് പണം, അധികാരം ഇതുമാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സാധാരണ യുവാവ് ആ രാജ്യത്തെത്തി. അവനൊരു സാധാരണ വസ്ത്രം ധരിച്ചിരുന്നു. കാണാൻ പാവപ്പെട്ടവനായി തോന്നി. വഴിയിൽ ഒരു മുത്തശ്ശി ബുദ്ധിമുട്ടുന്നതവൻ കണ്ടു. അവൻ ഉടനെ സഹായിച്ചു. ഒരു വിശന്ന കുട്ടിയെ അവൻ കണ്ടു. തന്റെ ഭക്ഷണം അവനുമായി പങ്കിട്ടു. രാജകുമാരി ഇതെല്ലാം തന്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചു. അവൻ അങ്ങനെ നടന്ന് കൊട്ടാരത്തിലെത്തി. കവാടത്തിൽ കാവൽക്കാർ അവനെ തടഞ്ഞു. നിനക്കകത്ത് കയറാൻ പറ്റില്ല, നീ രാജകുമാരനല്ല. രാജകുമാരി അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, അവനെ അകത്ത് കടത്തൂ. രാജാവ് അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്താണ്? യുവാവ് പുഞ്ചിരിച്ചു പറഞ്ഞു, ഒരു നല്ല മനസ്സാണ്. കാരണം ദേ ലോകം തന്നെ മാറ്റാം. രാജാവും രാജകുമാരിയും സന്തോഷത്തോടെ പരസ്പരം നോക്കി. അപ്പോൾ ഒരു അത്ഭുതം. ആ യുവാവ് പറഞ്ഞു, ഞാനൊരു രാജകുമാരനാണ്. സമ്പത്തല്ല, ദയയെ വിലമതിക്കുന്ന ആളെ കണ്ടെത്താനാണ് ഞാൻ വന്നത്. രാജകുമാരനും രാജകുമാരിയും അങ്ങനെ വിവാഹം ചെയ്തു. അവർ സന്തോഷത്തോടെ രാജ്യം ഭരിച്ചു. കുട്ടികളെ, ഒരു നല്ല മനസ്സ് അത് ഏതൊരു കിരീടത്തേക്കാളും വിലപ്പെട്ടതാണ്.